നമസ്കാരം. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗം ലഭിക്കാത്തതിനാൽ ലഭിച്ച ജോലിയിൽ പ്രവേശിക്കാൻ തീരുമാനിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. ഒരു വർഷത്തിന് ശേഷം മനസ്സിലുദ്ദേശിക്കുന്ന ജോലി ലഭിക്കും എന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി തന്നെ നിലവിൽ ലഭിച്ച ജോലി സ്വീകരിച്ചും കൊണ്ട് അനുബന്ധമായിട്ടുള്ള പാഠ്യപദ്ധതികൾക്ക് ചേരുവാനുള്ള അവസരത്തെ വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കും. പല വിധത്തിലുള്ള സങ്കീർണമായിട്ടുള്ള വിഷയങ്ങൾ വന്നു ചേരുമെങ്കിൽ പോലും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടും ഗ്രഹിച്ചുകൊണ്ടും സമയബന്ധിതമായിട്ട് ചെയ്തു തീർക്കുവാനുള്ള ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്ന പക്ഷം മിക്ക ദിവസങ്ങളിലും 1-2 മണിക്കൂർ കൂടുതൽ ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നിരുന്നാൽ പോലും അശ്രാന്ത പരിശ്രമത്താൽ മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അനുഭവത്തിൽ വന്നു ചേരുവാൻ ഇടയുണ്ട്. മേലധികാരികളുടെ നിർബന്ധത്താൽ പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ശാരീരികമായിട്ടും മാനസികമായിട്ടും ക്ഷീണാവസ്ഥകൾ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ വർഷങ്ങളായിട്ട് അനുവർത്തിച്ചു വരുന്ന വ്യാപാര വിപണന വിതരണ മേഖലകൾ വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനോ ഇനി അതല്ല മക്കൾ അത് കൊണ്ടു നടത്താൻ സാധിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ മറ്റുള്ളവർക്ക് വാടകയ്ക്ക് കൊടുക്കുവാനുള്ള തീരുമാനം പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പക്വതയുള്ള മക്കളുടെ സമീപനം ആശ്വാസത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന ചിലർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ മറ്റു രാഷ്ട്രങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകുവാനും നവംബറിന് ശേഷമേ ലഭിക്കുകയുള്ളൂ എന്നിരുന്നാൽ പോലും അതിനു വേണ്ട രേഖാപരമായിട്ട് സമർപ്പിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും. ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ വ്യവസായം ധ്രുവീകരിക്കാൻ അധിക ചെലവ് അനുഭവപ്പെടുവാനിടയുള്ളതുകൊണ്ട് മറ്റ് സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കുവാനും പ്രതീക്ഷിച്ചതുപരി ഭംഗിയായിട്ട് ഉൽപ്പന്നങ്ങൾ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ഈ ഒരു പാത തുടരുവാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. കഴിവിൻ്റെ പരമാവധി പ്രയത്നിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മിക്ക ദിവസങ്ങളിലും വളരെ വൈകിട്ട് മാത്രമേ ഗൃഹത്തിലെത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. ജാമ്യം നൽകുവാനുള്ള സാഹചര്യത്തിൽ നിന്നും പിന്മാറുകയായിരിക്കും നന്നാവുക. അവതരണ ശൈലിയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നത് വഴി പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. സുഹൃത്തുക്കളുടെ നിർബന്ധത്താൽ പണം മുതൽ മുടക്കി പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏർപ്പെടാൻ പല സമ്മർദ്ദങ്ങളും വന്നു ചേരുമെങ്കിൽ പോലും മനസ്സിലുദ്ദേശിക്കുന്ന വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ഭാവിയിലേക്ക് നേട്ടം ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് യുക്തിപൂർവം പിന്മാറുവാനും ഉള്ള സാധ്യത പോലും കാണുന്നുണ്ട്. അത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വേണ്ടപ്പെട്ടവർ പറയുന്ന കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ സാരാംശം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യതയോടുകൂടി ചെയ്തു തീർക്കുവാനുള്ള അവസരം വന്നു ചേരും. മാതാപിതാക്കളുടെ നിർബന്ധത്താൽ ഇനി മുതൽ അവരെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനോ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള വീട് വാടകയ്ക്ക് എടുക്കുവാനോ സാധ്യതയുണ്ട്. പലപ്പോഴും പല പ്രലോഭനങ്ങൾ വന്നു ചേരുമെങ്കിലും ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ നയിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് വഴി താൽക്കാലികമായിട്ട് വേർപെട്ട് നിൽക്കുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണമുള്ള അവസരം ഉണ്ടാവും. ഇത് 2 കുടുംബാംഗങ്ങൾക്കും ആശ്വാസത്തിനും സമാധാനത്തിനും വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. വിദേശത്ത് താമസിക്കുന്ന ചിലർക്ക് ജന്മനാട്ടിൽ വ്യാപാരം തുടങ്ങിയാലോ എന്ന പല തോന്നലുകളും ഉണ്ടാവും. അത് എല്ലാം കണക്ക് കൂട്ടുമെങ്കിൽ പോലും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പണം മുതൽ മുടക്കുന്ന കാര്യങ്ങളിൽ തത്തുല്യമായിട്ട് ചിന്താഗതിയുള്ള വ്യക്തികളൊന്നും ഇന്ത്യയിലില്ല. അത് നോക്കി നടത്താൻ ഇല്ല എങ്കിൽ തൽക്കാലത്തേക്ക് പിന്മാറുക തന്നെ ആയിരിക്കും നന്നാവുക. അന്തിമമായിട്ട് രേഖാപരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും ശ്രമിക്കുകയും അത് പരാജയപ്പെടുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ പിന്മാറുവാനുള്ളൊരു ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. അസുഖങ്ങൾ പലതും വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ വിദഗ്ധമായുള്ള പരിശോധന വേണ്ടിവരും. ചിലർക്ക് സാംക്രമിക രോഗങ്ങളായിരിക്കും,
ചിലർക്ക് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിട്ടുള്ള പകർച്ചവ്യാധിയുടെ മരുന്നുകളുടെ അനന്തര ഫലമായിരിക്കാം. എന്തായാലും 1-2 ദിവസം അവധിയെടുത്തും കൊണ്ട് ഭക്ഷണ ക്രമീകരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചും കൊണ്ടും യോഗയും പ്രാണായാമവും സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ച് അതിൻ്റെ പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. ശുഭസൂചകങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ അവസരം വന്നു ചേരും. വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിച്ച് പണം മുതൽ മുടക്കി ചെയ്യാനുള്ള കാര്യങ്ങളിൽ നിന്നും പിന്മാറുന്നത് വഴി ചില വേണ്ടപ്പെട്ടവർക്കെല്ലാം അസ്വാരസ്യങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട്. എന്നാൽ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാം. ഇതേ മേഖല തന്നെ മറ്റൊരാൾ പണം മുതൽ മുടക്കുകയും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭരണ ചുമതലകൾ ഏറ്റെടുത്തും കൊണ്ട് വിപുലീകരിക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നതും ഭാവിയിലേക്ക് ഗുണകരമായി തീരും. പൂർവികമായിട്ടുള്ള സ്വത്ത് ഭാഗം വയ്ക്കുവാൻ തീരുമാനിക്കും. മക്കളിൽ ചിലർക്ക് ചില വിഭാഗം തന്നെ വേണ്ടിവരും എന്ന ധാരണയോടുകൂടി തന്നെ എല്ലാവരുമായിട്ട് ഒരു ചർച്ച നടത്തിക്കൊണ്ട് അത് അന്തിമമായിട്ട് രൂപരേഖ തയ്യാറാക്കുവാനിടയുണ്ട്. ഇതിന് പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളും ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശസ്സുകളും ഉപോത്ബലകമായി തീരുവാൻ ഇടയുണ്ട്. ഉന്നതരുടെ നേതൃത്വത്തിൽ തുടങ്ങുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. സർവർക്കും തൃപ്തിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തൊഴിൽ മണ്ഡലങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുവാനിടയുണ്ട്. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. എല്ലാ കാര്യങ്ങളിലും ക്ഷമയോടുകൂടിയതായുള്ള സമീപനം, ആത്മസംയമനം പാലിച്ചുകൊണ്ടുള്ള സമീപനമൊക്കെ വേണ്ടിവരും. മംഗളകർമ്മങ്ങൾക്ക് പങ്കെടുക്കുവാനിടവരുമെങ്കിൽ പോലും ഉന്നതരെ പരിചയപ്പെടുവാനുള്ള അവസരം വളരെ കുറവായിരിക്കും. ഇതിൻ്റെ വെളിച്ചത്തിൽ ചെറിയ രീതിയിൽ ഒരു പരിചയപ്പെടുകയും പിന്നീട് ആശയവിനിമയങ്ങൾ നടത്താം എന്ന ധാരണയോടുകൂടി തന്നെ അതിലൊരു സാഹചര്യങ്ങൾ ഒരുക്കുവാൻ ഇടയുണ്ട്. ഭിന്നാഭിപ്രായങ്ങളെ ഏകോപിപ്പിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. മഹത് വ്യക്തികളുടെ ജീവിത വഴികളും അനുഭവജ്ഞാനവും സ്വീകരിച്ചും കൊണ്ട് സ്വന്തം നടത്തി വരുന്ന പ്രസ്ഥാനത്തിന് ധ്രുവീകരണത്തിന് തയ്യാറാകുവാനിടയുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. പലപ്പോഴും പല കാര്യങ്ങളിലും സംശയാസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളും തടസ്സങ്ങളുണ്ടാകുമെങ്കിൽ പോലും ഈശ്വര പ്രാർത്ഥനകളാലും എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിലും മാതാപിതാക്കളുടെ അനുഗ്രഹത്താലും അതിലുപരി ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നത് വഴിയും എല്ലാം ഏറെക്കുറെ മംഗളകരമാക്കി തീർക്കുവാൻ പൂര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ യോഗമുണ്ട്. ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ ഉപരിപഠനം കഴിഞ്ഞ മിക്ക വിദ്യാർത്ഥികൾക്കും തൃപ്തികരമായിട്ടുള്ള ജോലിക്ക് അവസരങ്ങൾ വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. ചിലർക്ക് ശമ്പളമൊക്കെ അത്ര തന്നെ ഇല്ല എങ്കിൽ പോലും മനസ്സിനിണങ്ങിയ ഉദ്യോഗമായതുകൊണ്ട് ദൂരദേശവാസം വേണ്ടിവരും. എന്നിരുന്നാൽ പോലും സ്വീകരിക്കുകയും പിന്നീട് 6 മാസത്തിന് ശേഷം തൃപ്തിയായിട്ടുള്ള തസ്തികയിലേക്കും സ്ഥലത്തേക്കും മാറ്റമുണ്ടാകുവാൻ തക്ക വിധത്തിൽ ജോലിയിൽ പ്രവേശിക്കുവാൻ ഇടയുണ്ട്. രണ്ടാമത് ഉപരിപഠന പ്രവേശന പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കെല്ലാം സ്വല്പം കൂടി വിജയശതമാനം കൂടുതലുണ്ടാവും എന്നൊരാശ്വാസത്തോടുകൂടി അതിൻ്റെ റിസൾട്ട് വരുമ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അത് വളരെ ആശ്വാസമുണ്ടാകുവാനും തൃപ്തിയായുള്ള വിദ്യാലയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കാനും ഇത് ഉപകരിക്കുവാൻ ഇടയുണ്ട്. നിരവധി ചുമതലകളിലും അധികാരപരിധിയും വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ കീഴ് ജീവനക്കാരെ നിയമിക്കുവാനുള്ള അനുമതി തേടുവാനും അനുമതി വന്നു ചേരുവാനും ജൂലൈ മാസത്തിൽ തന്നെ ഉദ്യോഗസ്ഥനെ നിയമിക്കുവാനും ഇടയുണ്ട്. മേലധികാരികളുടെ പ്രത്യേക പരിഗണനയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുക, അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് 1-2 ദിവസം യാത്ര വേണ്ടി വരിക, ഇങ്ങനെ പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കാൻ സാധിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ 2024 തുടങ്ങിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളിൽ ക്രമാനുഗതമായിട്ടുള്ള പുരോഗതി ഉണ്ടായതിൻ്റെ വെളിച്ചത്തിൽ
ഇനി ഒരു വർഷത്തേക്ക് പ്രചരണ രീതികൾ അവലംബിച്ചും കൊണ്ടും പുതിയതായുള്ള ആശയങ്ങൾ അവലംബിച്ചും കൊണ്ടും വിപുലീകരിക്കുവാനും അതിനുവേണ്ടി പണം മുതൽ മുടക്കുവാൻ തീരുമാനിക്കും. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ പണം മുതൽ മുടക്കിയ പണം തിരിച്ച് ലഭിക്കാൻ തക്കവണ്ണം പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ആധ്യാത്മിക പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. കലാ, സാഹിത്യം, കായികം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങളും അവസരങ്ങളും വന്നു ചേരുവാനിടയുണ്ട്. പുതിയ സംരംഭങ്ങൾ പലതും വന്നു ചേരുവാനിടയുണ്ട്. എന്നാൽ എല്ലാം തന്നെ അനുഭവജ്ഞാനമുള്ളവരുടെ നിർദ്ദേശവും ഉപദേശം സ്വീകരിച്ചും കൊണ്ട് മാത്രമേ അതിൽ മുതൽ മുടക്കാവൂ. അല്ലാത്ത പക്ഷം 2027-2028 കാലങ്ങളിൽ നഷ്ടകഷ്ടങ്ങൾക്ക് യോഗം കാണുന്നതുമുണ്ട്. അമിത വേഗതയുള്ള വാഹന ഉപയോഗം തീർത്തും ഒഴിവാക്കേണ്ടതാണ്. സുവ്യക്തമായിട്ടുള്ള കർമ്മ പദ്ധതികളായതുകൊണ്ട് സമർപ്പിക്കുന്ന പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കും. വിജയപ്രതീക്ഷകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പരാമർശങ്ങളെ അതിജീവിക്കുവാനായിട്ട് സുതാര്യതയുള്ള സമീപനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. കുടുംബത്തിൽ നടക്കുന്ന തർക്കം പരിഹരിക്കുവാനായിട്ട് മധ്യസ്ഥതയ്ക്ക് പോകുകയും ഇരുവർക്കും തൃപ്തികരമായിട്ടുള്ള നിലപാട് അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ അന്തിമമായിട്ടൊരു രൂപരേഖ തയ്യാറാക്കുവാനും ഇരുവർക്കും തൃപ്തികരമാക്കി തീർക്കുവാനും സാധിക്കും. വർഷങ്ങൾക്ക് ശേഷം സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും ഇടയുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനും സാധ്യതയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും ജന്മനാട്ടിലേക്ക് വന്നു പോകുവാൻ തക്കവണ്ണം, അതായത് ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിൽ ജന്മനാട്ടിലേക്ക് വന്നു പോകുവാനായിട്ട് ഏർപ്പാടുകളൊക്കെ ചെയ്യും. ഇതിൻ്റെ വെളിച്ചത്തിൽ മാതാപിതാക്കളെ വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കുവാനും ഇടയുണ്ട്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും. പുതിയ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുന്നത് വഴി തൊഴിൽ മേഖലകളിലുള്ള പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. മാസത്തിൽ ഒരിക്കൽ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുവാനായിട്ട് ജ്യോതിഷ വിധിപ്രകാരമുള്ള പ്രാർത്ഥനകളും വഴിപാടുകളൊക്കെ ആയിട്ട് അതിനുവേണ്ടി തയ്യാറാകുവാനും തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കും. അവിചാരിതമായിട്ട് പകർച്ചവ്യാധി പിടിപെടുവാനിടയുണ്ട്. വേണ്ടപ്പെട്ടവരുടെ വിഷമാവസ്ഥകൾക്ക് ശാശ്വത പരിഹാരം നിർദ്ദേശിക്കാൻ സാധിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗമുണ്ട്. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾക്ക് വിദഗ്ധമായുള്ള നിർദ്ദേശം സ്വീകരിക്കാനിടവരും. ശാസ്ത്ര പരീക്ഷ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധ്യതയുണ്ട്. വ്യവസ്ഥകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും. കർമ്മമണ്ഡലങ്ങളിൽ പ്രവർത്തനക്ഷമത കൈവരുവാനായിട്ട് പുതിയതായുള്ള ആശയങ്ങൾ അവലംബിക്കുവാനും അതാത് മേഖല പ്രാവീണ്യമുള്ളവരെ നിയമിച്ചുകൊണ്ട് ഉദ്ധരിക്കുവാനുമുള്ള സാധ്യതയുണ്ട്. സഹോദരങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അറിവുള്ളതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗം കാണുന്നു. വിദേശ പര്യടനത്തിന് കുറേ പേരുടെ ഒപ്പം വിദേശ പര്യടനം, സ്ഥലങ്ങൾ കാണുക മുതലായവയ്ക്കൊക്കെ തന്നെ അവസരങ്ങളുണ്ടാകുന്നത് വഴി അതിനുവേണ്ടി തയ്യാറാകുവാൻ ഇടയുണ്ട്. അതിനൊരു പ്രാഥമികമായിട്ടുള്ള സംഖ്യ കൊടുത്ത് തീരുമാനമാക്കുവാനും ഇടയുണ്ട്. വ്യക്തി പ്രഭാവത്താൽ ദുഷ്കീർത്തിയെല്ലാം തന്നെ അതിജീവിക്കാൻ സാധിക്കും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ അവസരങ്ങൾ വന്നു ചേരും. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാനിട വരുമെങ്കിൽ പോലും സ്ഥിരതാമസമാക്കുക എന്നത് ഓഗസ്റ്റ് സെപ്റ്റംബറിന് ശേഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സങ്കീർണമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും അവസരവും വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും സൽകീർത്തിയും ഉണ്ടാകും. പൊതുവെ വ്യാപാര വിപണന വിതരണ മേഖലയിൽ പുതിയ ആശയങ്ങൾ അവലംബിച്ചും കൊണ്ട് പ്രചരണ രീതികൾക്ക്
വളരെ അനുകൂലമായിട്ടുള്ള പ്രതികരണം വന്നു ചേരുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. കുടുംബജീവിതത്തിലും തൊഴിൽ മേഖലകളിലും ഒരേപോലെ സമാധാനവും സ്വസ്ഥതയും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാൻ ഉത്രം നക്ഷത്രം ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ യോഗമുണ്ട്. നമസ്കാരം.